പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ വഴികളിൽ അഹരോൻ്റെ ഉണക്ക ബദാംകമ്പ് പച്ച പിടിച്ചതുപോലെയും കായ്ച്ചതുപോലെയും പൂത്ത് കായ്ച്ചതുപോലെ ദേവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൃപാസനത്തിൽ രസകരമായ സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേസാണ്, കോടതി കേസ്. അപ്പം വക്കീല് പറഞ്ഞു ഈ കേസ് ഞാൻ വാദിക്കണില്ല എന്ന് പറഞ്ഞു. കാരണം കേസ് തോക്കും, എൻ്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ തോറ്റ കേസ് ഇല്ല, അതെൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് സാറേ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, പരിചയമുള്ള വിശ്വാസമുള്ള ആരും ഇല്ല. പിന്നെ നമ്മളെ കോടതി ചെന്ന് പെട്ടുപോവുകയും ചെയ്ത് പിന്നെ എന്ത് ചെയ്യും. അപ്പം അത് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയായിരുന്നു. അപ്പം കേസിൻ്റെ തലേ ദിവസം അവർ വന്ന് കൃപാസനത്തിൽ ഇരിക്കുകയാണ് മാതാവിൻ്റെ അടുത്ത്. നാളെ കേസാണല്ലോ. അപ്പോൾ കാര്യം അവർക്ക് ആരും ഇല്ല, വക്കീലും കൈ ഒഴിഞ്ഞല്ല, കേസ് തോക്കും, പിന്നെ മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃപാസനത്തിൽ
മാതാവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു 3:30 വക്കീൽ വിളിച്ചു വരാൻ. അപ്പം സാറേ എന്താ നാളല്ല കേസ്, ഞങ്ങൾക്കറിയാവേ. നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കൃപാസനത്തിലാണ്, നാളെ അല്ലേ കേസ്, ഞങ്ങൾക്കറിയാവേ. അപ്പോൾ വക്കീൽ പറയും അത് നാളെ അല്ല, ഇന്നാണത്, കേസ് ഇന്നാണ്. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. കേസ് ഇന്നാ? ആ, നിങ്ങളുടെ കേസ് ഇന്നായിരുന്നു. നാളെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ കേസ് ഇന്നെടുത്ത് ആ കേസ് തള്ളിപ്പോ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഞാൻ അൾത്താരെ നിൽക്കൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വെച്ചാൽ ആരുമില്ല എന്ന് അവർ പറഞ്ഞില്ലേ. ദൈവതിരുസന്നിധിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ആരും ഇല്ലെന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് കള്ളം പറയണമെന്നാണ് അച്ഛൻ പറയണത്. അതല്ല, എല്ലാവരും ഉള്ളപ്പോഴും ഇല്ലാത്തതുപോലെ ആയിരിക്കണം ദൈവതിരുസന്നിധിയിൽ ഒരു വിഷയം റിലേ ചെയ്യേണ്ടത്. കാര്യം വചനത്തിൻ്റെ ഒരു പോക്കൊക്കെ അങ്ങനെയാണ്. നിങ്ങളെ പ്രഭുക്കന്മാർ ആശ്രയിക്കരുത്, രക്ഷ നേടാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുത്. സങ്കീർത്തനം 118:8-9 വാക്യങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. അപ്പം എന്ത് വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നതല്ല പറയണത്. അതായത് ദൈവത്തിൻ്റെ സ്ഥാനം മനുഷ്യന്മാർക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താലല്ല കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ റിലയൻസ് ഇല്ലേ, നിങ്ങളുടെ അവലംബങ്ങളിൽ ദൈവത്തിൽ നമുക്ക് ചില പറയുക താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയില്ല. പറയാൻ ഭംഗിയാണെങ്കിലും ഈ സംഭവം വർക്കൗട്ട് ചിലപ്പോൾ ചെയ്യത്തില്ല. ഇപ്പം ഞാനും അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മൾ അധ്വാനിക്കണ്ടേ, അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചാൽ മതിയാ എന്ന് ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നമുക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തന്ന ദൈവം. അപ്പോൾ ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമുക്ക് ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ ദൈവം നമ്മളൊരു ദൈവമായിട്ട് അവിടെ വരികയല്ലേ. അങ്ങനെ പറ്റത്തില്ല. അത് അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളറിയാതെ മറ്റൊരു ദൈവമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയണത്, ഞാനല്ലാതെ മറ്റൊരു അവലംബം നിങ്ങൾക്കുണ്ടാവരുതെന്ന്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ വഴി പോകേണ്ട വഴി ഇപ്പം നിനക്ക് ഒരു ചെറിയ അച്ഛാ ഒരു എത്തും പിടിയും കിട്ടണില്ല എന്ന് പറയും. ഒരു എത്തിയും പിടിയും കിട്ടില്ല. കടങ്ങൾ ഓർക്കുമ്പോൾ ഒരു എത്തിയും പിടിയും കിട്ടണില്ല. പിന്നെ ഈ രോഗം തന്നെ പലരാണ്. പലരും പറയും, ചിലർ പറയും ആയുർവേദത്തിൽ പോകാൻ പറയും, ചിലർ പറയും ആയുർവേദത്തിൽ പോയിട്ട് പിന്നെ കുറേ സമയമൊക്കെ എടുക്കുമായിരിക്കും എന്ന് പറയും. ചിലർ പറയും ഇംഗ്ലീഷിൽ പോകുക, ഓപ്പറേഷൻ, ചിലപ്പോൾ ഓപ്പറേഷനല്ലേ ഉള്ളു, അതൊക്കെ ഇപ്പോൾ എല്ലാവരും ഓപ്പറേഷനല്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആൾക്കാർ പറഞ്ഞ് കൺഫ്യൂഷനായി കളയും. ഓരോരോ വിഷയത്തിലും കൺഫ്യൂഷൻ, എല്ലാ വിഷയത്തിലും കൺഫ്യൂഷനാണല്ല. കാര്യം ഇപ്പം ആൾക്കാർക്കെല്ലാം ഭയങ്കര അറിവായത് കാരണം ഈ അറിവ് ഉള്ള ആൾക്കാരെല്ലാം കൂടി അറിവും ചുവന്നുകൊണ്ട് ആവശ്യക്കാരൻ്റെ പെടലിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ് അറിവുകളെല്ലാം. അതോടുകൂടി ഇപ്പം കൺഫ്യൂഷനായി പോകും. മനസ്സിലായ? നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ വേസ്റ്റ് കൂന കാണത്തില്ലേ, അതുപോലെയാണ് ഒരു വിഷയം ഉണ്ടായ ആൾക്കാർക്ക് അഭിപ്രായത്തിൻ്റെ വേസ്റ്റ് കൂനകൾ നമുക്ക് ചുറ്റും കൂടും. ചിലർ പറയാൻ നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിങ്ങൾ ആദ്യം ഓസ്ട്രേലിയയിൽ പോകും, അവിടുന്ന് ന്യൂസിലൻഡിലേക്ക് പോകാൻ പറയും. ചിലർ പറയാം അത് അവിടെ IELTS എഴുതാൻ പോകാനുള്ള വഴിയുണ്ടെന്ന് പറയും. അപ്പം ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ കറങ്ങി നടക്കും 6 മാസം. ഉടമ്പടി എടുക്കുമ്പോൾ നീ ശ്രദ്ധ വേണമെന്നാണ് ഇപ്പം അതിൻ്റെ അർത്ഥം. ഉടമ്പടി എടുക്കുമ്പോൾ ഓരോരോ അഭിപ്രായം കേട്ട് കറങ്ങരുത്, മറിച്ച് കർത്താവിന് നിന്നെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാവും. എന്താണ്? ഇതാണ് വഴി, ഇതിലേ പോകാൻ പറയും. പിന്നിൽ നിന്ന് കേൾക്കുന്ന സ്വരത്തിൻ്റെ പ്രത്യേകത എന്താ? അത് നന്മയുടെ സ്വരമായിരിക്കും, കാരുണ്യത്തിൻ്റെ സ്വരമായിരിക്കും. അത് മെരിറ്റിലല്ല പിന്നിലുള്ള വഴി വർക്ക് ചെയ്യണത്. പിന്നിലുള്ള വഴി ഉപദേശിക്കപ്പെടുമ്പോൾ അതിന് മെരിറ്റ് ഉണ്ടാകത്തില്ല ഒരിക്കലും. അവൾ പറഞ്ഞു കേട്ടില്ലേ, ബുദ്ധിയും ബോധവും ഉള്ളവും വല്ലവരും. അഞ്ചു എന്താ പറഞ്ഞത്? ബുദ്ധിയും ബോധമുള്ളവർ വല്ലവരും തോറ്റ പരീക്ഷയ്ക്ക് റീവാലുവേഷൻ കൊടുക്കുമോ? പക്ഷേ കർത്താവ് എന്നോട് കൊടുക്കാൻ പറഞ്ഞു. എന്താ പറയുക? പിന്നിലുള്ള സ്വരമാണത്. പിന്നിലുള്ള സ്വരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് മെരിറ്റ് ഉണ്ടാകത്തില്ല, ലോജിക്ക് ആയിരിക്കത്തില്ല. അത് എന്താ കാര്യം? പിന്നിലുള്ള സ്വരം ആദ്യം കേട്ടത് ദാവീദാണ്. ദാവീദ് എന്താ പറഞ്ഞത്? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ അനുഗമിക്കും. മനസ്സിലായില്ലേ? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും. പിന്നിൽ നിന്ന് വരണത് കാരുണ്യത്തിൻ്റെ സ്വരമായിരിക്കും. കാരുണ്യം വർക്ക് ചെയ്യേണ്ടത് മെരിറ്റിലല്ലോ. എന്തിനാണ് അയാൾ അങ്ങനെ പറയണത്? ഇപ്പം സങ്കീർത്തനം 23:5 എന്താ പറയണത്? ജീവിതകാലം മുഴുവൻ പറഞ്ഞേ, ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ അനുഗമിക്കുമെന്നാണ്. അപ്പം പുറകിലാണ് നിൽക്കണത്. അപ്പം നമുക്ക് അനുഗമിക്കുമെന്ന് പറയുന്നത്, പിന്തുടരുമെന്ന് പറയുന്നത് എന്തായാലും X or Y പുറകിലാണ്. പിന്നിൽ നിന്നാണ് ഈ സ്വരം വരണത്. പിന്നിൽ നിന്ന് വരുന്ന സ്വരം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നിൽ നിന്ന് വരുന്ന ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരുമെന്ന് പറയുന്നത്. നന്മയുടെ സ്വരമാണ്, കാരുണ്യത്തിൻ്റെ സ്വരമാണ്. കാരുണ്യത്തിൻ്റെ സ്വരമാണെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മെരിറ്റ് അവിടെ വെച്ച് പോവുകയാണ്. നിൻ്റെ മെരിറ്റിലല്ല അത് വർക്ക് ചെയ്യണത്, യോഗ്യതയാലല്ല. കാരുണ്യം വേണ്ട യോഗ്യതയാലല്ലോ, യോഗ്യതയല്ല. കാര്യം ബൈബിൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യണത് നന്നായിട്ട് വർക്ക്. ഇപ്പോൾ ചന്ദ്രനെ എപ്പോഴും കാണാൻ പറ്റണത് എപ്പോഴാണ്? ചന്ദ്രനെ എപ്പോഴും കാണാൻ പറ്റണത് എപ്പോഴാണ്? സൂര്യൻ അസ്തമിക്കുമ്പോഴല്ലേ, ഇല്ലേ? അതാണ് സംഭവം. ചന്ദ്രൻ അവിടെ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ കക്ഷിയെ കാണാൻ പറ്റുന്ന പരുവത്തിലാകുകയാണ്. അപ്പം മെരിറ്റ് പോകുമ്പോഴാണ്, അതായത് ആ കാഴ്ചയുടെ മെരിറ്റ് എന്ന് പറയണത് വെയിൽ കുറയുകയോ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് വരുമ്പോൾ ചന്ദ്രനെ കാണാൻ പറ്റും. ഇതുപോലെ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് വരണത് മെരിറ്റ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഗ്രേസിൻ്റെ കാലമായെന്ന് പിടിയാവും. ബൈബിൾ വർക്ക് ചെയ്യണ 2 ഫോർമാറ്റിലാണ്. പക്ഷേ അത് ബൈബിള് എംഫസിസ് ചെയ്യണത് ഗ്രേസിലാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞത്. എല്ലാ ധ്യാനത്തിലും ഞാനത് പറയും. അതിൻ്റെ കാര്യം ഇതിലാണിത് വർക്ക് ചെയ്യണത്. Ephesians 2:8 വർക്ക് ചെയ്യണത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിങ്ങളുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പം നിങ്ങൾ എന്ത്
എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം മെരിറ്റിൻ്റെ പ്രശ്നമാണ്. മറിച്ച് നിങ്ങളിതിനെ ഈ മെരിറ്റിൻ്റെ വിഷയങ്ങളെ ഗ്രേസിൻ്റെ വിഷയങ്ങളായിട്ട് ലോകൃതത്തിൽ കൺവേർഷൻ ചെയ്യണ പോലെയാണ്. അതായത് ഇതിനകത്ത് മെരിറ്റിൻ്റെ വിഷയങ്ങളെ ഗ്രേസിൻ്റെ വിഷയമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെരിറ്റിൻ്റെ വിഷയത്തിൽ യോഗ്യത മൂലം കിട്ടാവുന്ന കാര്യങ്ങൾ അത് പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ യോഗ്യത പമ്മണത് കാണാം, കയറത്തില്ല. ചില കയറ്റം വണ്ടി കയറത്തില്ലല്ലോ. ഇപ്പം ജീപ്പൊക്കെ ചിലയിടത്ത് പോകത്തില്ലല്ലോ, ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഹൈ റേഞ്ചിൽ ജീപ്പ് പോയിക്കണേ? ചിലയിടത്ത് കാറ് കയറാത്ത കൊണ്ടാണ്. ഇപ്പോഴത്തെ കാറൊക്കെ കയറും, പുതിയ കാറൊക്കെല്ലാം കയറുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജീപ്പ്, അതുപോലെ തന്നെ ചില മൗണ്ടനറിങ്ങും പോകുന്ന കുഞ്ഞു വാഹനങ്ങളുണ്ട്. കാര്യം മേലോട്ട് പോയാൽ താഴേക്ക് വരാത്ത രീതിയിൽ കടിച്ച് കയറിപ്പോണ സംഭവം. ഇതുപോലെ ഒരു വിഷയമാണത്. അതായത് നമ്മുടെ മെരിറ്റ് തീർന്നാൽ പിന്നെ ഈ സംഭവം മുന്നോട്ട് പോകണ ഗ്രേസിലേ പോകത്തുള്ളൂ. ചില ആൾക്കാർ അറ്റം വരെ വിശ്വസിക്കും. മരിക്കുമെന്ന് കണ്ടാലും അറിയിക്കാണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞാലും ചില ആൾക്കാർ അറിയിക്കാതെ വെച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? കർത്താവ് ഒരു തീരുമാനം പറയും. അതാണ് സംഭവം. ഡോക്ടർമാർക്കറിയാമല്ല, അവർ സയൻറ്റിഫിക്കായിട്ടല്ല കാര്യങ്ങൾ ചെയ്യണത്. ഈ വിശ്വാസത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് സയൻസിൻ്റെ മുകളിലുള്ള വിഷയമാണ്. അതാണ് ഞാൻ പറഞ്ഞ മെറ്റാഫിസിക്സ് അല്ലേ ഇത്. വിശ്വാസത്തിൻ്റെ വിഷയം ഫിസിക്സ് അല്ലല്ല, അല്ലെങ്കിൽ അനാട്ടമി അല്ല. അതിന് ആ അനാട്ടമി ഉണ്ടാക്കിയ ആളിൻ്റെ കുറിച്ചുള്ള അറിവുകളാണ് വിശ്വാസത്തിലുള്ളത്. അനാട്ടമി സെറ്റ് ചെയ്തിരിക്കുന്ന ആളില്ലേ, ആ ആള് അതുണ്ടാക്കിയ ആ ആളിൻ്റെ അറിവിനെക്കുറിച്ചാണ് വിശ്വാസം സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബൈബിളിൽ ഒത്തിരിയേറെ ഫോർമുലയുണ്ട്. അതിലൊന്നാണ് ഉടമ്പടിയിലുള്ള ഫോർമുല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഒന്ന് പറഞ്ഞാൽ, നിന്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. പേപ്പർ കിട്ടിയാലും ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തിരുന്നത്. അതുപോലെ എൻ്റെ ഷോപ്പിൽ വരുന്നവർക്കൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത്. അത് പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ മൂന്നാമത് ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ കറക്റ്റ് എല്ലാം പാലിക്കുമെന്ന് തന്നെ ഒരു നിശ്ചയം എടുത്തിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പേപ്പർ കിട്ടി പിറ്റേ ദിവസം തന്നെ ഞാൻ അതായത് പള്ളിയിൽ 3 സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് വരുന്ന എല്ലാവർക്കും കൊടുത്തു. ചിലർ വേണ്ടാന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ എല്ലാവർക്കും ആ പേപ്പർ മൊത്തം സബ്മിറ്റ് കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി പേരെ എനിക്ക് സഹായിക്കാൻ പറ്റി. ഞാൻ ഡെയിലി രാവിലത്തെ ഫുഡ് കഴിക്കില്ല, പക്ഷെ ഉണ്ടാക്കും. അത് ഞാൻ മോളെ കോളേജിൽ ആക്കുമ്പോൾ പോകുന്ന വഴി ഏതെങ്കിലും വയ്യാത്തൊരു ആൾക്ക് അത് കൊടുക്കും ഡെയിലി. അങ്ങനെ ഒരു ആഴ്ചയിൽ 6 ദിവസവും ഞാൻ ഫാസ്റ്റ് ചെയ്യും. അതുപോലെ ഫുഡും കൊടുക്കും. അതുമാത്രമല്ല, എൻ്റെ അടുത്ത് ഒത്തിരി അമ്മമാർ വരാറുണ്ട് സഹായം ചോദിച്ച്. ഒരിക്കലും അവരെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, ഡ്രസ്സാണെങ്കിലും പൈസയാണെങ്കിലും എല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി അമ്മമാരെ കണ്ടു, കിടപ്പായിട്ട് രോഗികളായിട്ടുള്ള അമ്മമാരെ കണ്ടു. അവർക്ക് വേണ്ട സാധനങ്ങൾ അത്യാവശ്യം വാങ്ങിച്ചു കൊടുക്കാനും അവരോട് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും. ഇനി ക്രിസ്മസിന് ഞങ്ങൾ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ കുറച്ച് ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണം. അങ്ങനെയും ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എന്നെ ഫോണിൽ വിളിക്കും. എനിക്ക് പറ്റുന്ന പോലെ അവർക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. പള്ളിയിൽ കറക്റ്റായിട്ട് പോകാനും ഡെയിലി പ്രെയർ മുടങ്ങൂല. എനിക്കൊരു ഷോപ്പുണ്ട്. എനിക്കൊരു കോഫി ഷോപ്പാണ് എൻ്റെ വീടിൻ്റെ താഴത്ത് തന്നെയാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് റൺ ചെയ്യുന്നത്. അവിടെ സ്റ്റാഫൊന്നുമില്ല. അപ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളാണെങ്കിലും ഷോപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യങ്ങളും. എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഒന്നും വിടില്ല. എല്ലാം കറക്റ്റായിട്ട്. മാത്രം
ഫാമിലിയായിട്ട് മേളിൽ ചെന്നിട്ട് വേണം എത്തിക്കാൻ. ഇച്ചിരി ലേറ്റ് ആവും, കാരണം 10 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വേണം പ്രാർത്ഥന എത്തിക്കാൻ. പക്ഷെ അതുപോലും ഞാൻ മുടക്കിയിട്ടില്ല. ഹസ്ബൻഡ് ഇല്ലെങ്കിലും ഞങ്ങൾ മുടങ്ങാതെ ചെല്ലും. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നടന്നത്. ഫസ്റ്റ് വന്നത് എൻ്റെ മോളുടെ 5:30 പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഓഫർ ലെറ്റർ, അതായത് മെയിൽ ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ മോൾക്ക് ഓഫർ ലെറ്റർ വന്ന് കിടക്കണേണ് ഹംബറിൽ നിന്ന്. അത് 4 മാസമായിട്ട് ഓഫർ ലെറ്റർ കിട്ടിയില്ല. ശരിക്കും 2 weeks 3 months 1 month കൊണ്ടൊക്കെ കിട്ടും. പക്ഷേ ഇത് ഹംബർ എന്ന് പറഞ്ഞ കോളേജ്, അത് ഇച്ചിരി ടഫാണ് കിട്ടാൻ. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല. പക്ഷേ എൻ്റെ മോൾക്ക് 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഏജൻസി വിളിച്ച് ചോദിക്കും, ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഇനിയും രണ്ടാമത് അപ്ലൈ ചെയ്യണോ? അപ്പോൾ അവർ ഇല്ല, കിട്ടും മാഡം, വെയിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കിട്ടി. IELTS റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അതും എൻ്റെ മോൾക്ക് ഇതുപോലെ 5:30 പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത് മെയിൽ. അതിൽ ഞാൻ നോക്കിയത് റീഡിങ്ങിന് എൻ്റെ മോൾക്ക് എത്രയുണ്ടെന്നാണ്. എൻ്റെ മോൾക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനും 6, ലിസണിങ്ങിന് 8.5, എല്ലാത്തിനും ഓവറോൾ 7 കിട്ടി. എൻ്റെ മാതാവ് എൻ്റെ മോൾക്ക് നല്ല സ്കോർ. ജാനുവരി ഇൻടേക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല, കാരണം സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെയാണ് നടന്നതെന്നൊന്നും അറിയില്ല. ഫീസ് അടയ്ക്കാനും എല്ലാ കാര്യങ്ങളും കൂടുതൽ എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കാനും എല്ലാം സ്പീഡിൽ നടന്നു. വിത്തിൻ 15 days മോളുടെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ബയോമെട്രിക്സ് മെഡിക്കൽ എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. എല്ലാത്തിനും ഞാൻ പ്രാർത്ഥിച്ച്, എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എനിക്ക് മാതാവ് തരും. കാരണം അത്രയും ഞാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എനിക്ക് തരുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അത് മെയിലേക്കാണ് ഞങ്ങൾ വിചാരിച്ചത് കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് ജാനുവരി ഇൻടേക്ക് ഡേറ്റ് ഇട്ട് ഇന്നത്തെ ഡേറ്റ് പ്രാർത്ഥിച്ച് ഇന്ന് വിസ അപ്രൂവൽ വന്നു മോൾക്ക്. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പാസ്പോർട്ട് നാളെ സബ്മിറ്റ് ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി. അതുകൂടാതെ ഞങ്ങൾക്ക് ഈ കാനഡ വിസ എന്ന് വെച്ചാൽ ഇച്ചിരി ടഫാണ് കിട്ടാൻ. കാരണം ഞങ്ങൾ ഫാമിലിയായിട്ട് ഇയേഴ്സ് ബാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫാമിലി വിസ. അങ്ങനെ ഒത്തിരി വിസിറ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാത്തിലും ഞങ്ങൾക്ക് റിജക്ഷൻസാണ്. കാരണം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ട്, എൻ്റെ ഡാഡി എല്ലാവരും അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ പോയാൽ തിരിച്ചു വരില്ല. പിന്നെ PR-ൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിയില്ല. അങ്ങനെ ഒത്തിരി റീസൺ കൊണ്ട് റിജക്ഷൻസ് വന്നു. അപ്പോൾ ഏജൻസി പറഞ്ഞത് മോളുടെ കാര്യം നടക്കാൻ പ്രയാസമാണ്, കാരണം നിങ്ങൾക്ക് ഹിസ്റ്ററി അവർ ചോദിക്കുമ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ 50% ഏജൻസി പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇന്ന് രാവിലെ മെയിൽ വന്നു, അവിടെ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് വിസ അപ്രൂവലായെന്ന്. ഇനിയും ഉടമ്പടിയിൽ 2 കാര്യങ്ങളും കൂടി ഉണ്ട്. അതിലൊരു കാര്യം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും എനിക്ക് ഉടനെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരെണ്ണം എൻ്റെ ഫാമിലി മെമ്പേഴ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതും അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1 കോടി നന്ദി. എൻ്റെ പേര് ലിൻസി സാറാ ജോൺ. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു. സെൻറ്റ് മാർക്സ് ചർച്ചിലാണ് ഞാൻ അവിടെ കൂടി വരുന്നത്. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനുമാണ്. എനിക്ക് ഇങ്ങനൊരു സാക്ഷി പറയാൻ ഒരു അവസരം തന്നതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഒരിക്കലും ഈ അമ്മ ചെയ്ത അനുഭവത്തിന് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എന്നും ഞാൻ നന്ദിയുള്ളവളായിരിക്കും. ഞാൻ 2020 ജാനുവരി 2-ാം തീയതിയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. കാരണം ഞാൻ വളരെയധികം വിഷമങ്ങളുള്ളപ്പോൾ യൂട്യൂബ് ഇങ്ങനെ കാണും, പ്രാർത്ഥനകൾ കാണും. അപ്പോൾ എനിക്ക് മാതാവിൽ ഒത്തിരി വിശ്വാസമാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം കൃപാസനത്തെക്കുറിച്ച് കാണാൻ എനിക്കിടയായി. ഞാനത് കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് കൃപാസനത്തിൽ വരണം, എനിക്കറിയില്ല എങ്ങനെ വരണമെന്നറിയില്ല. അപ്പം ഞാൻ യൂട്യൂബിലൂടെ നോക്കി ഗൂഗിൾ വഴി സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ നാട്ടിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ നാട് പത്തനംതിട്ടയാണ്. അപ്പം ബ്രദർ പറഞ്ഞു, നീ വാ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാനും എൻ്റെ മകനും കൂടെ വന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ വാതിക്കൽ വന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നു. എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല.
എനിക്ക് അത്രയേറെ വിഷമത്തോടെയാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല, ഒന്നുമില്ല. എൻ്റെ മോനെ നോക്കി വളർത്തണം. ഞാനും എൻ്റെ ഹസ്ബൻഡുമായി സെപ്പറേറ്റഡാണ്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേരിൽ കുറേ കേസുകൾ കൊടുക്കുന്നു. എനിക്ക് നാട്ടിൽ വരാൻ ഭയമാണ്. കാരണം എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലുമെന്നുള്ള പേടി കാരണം എനിക്ക് എൻ്റെ മോനെയും കൂടെ നാട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കേസിന് വരുമ്പോൾ ഞാൻ പേടിച്ചാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ പോകത്തില്ല, വേറെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിന്നിട്ടാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. കാരണം എൻ്റെ ഭർത്താവ് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. കുറേ പ്രാവശ്യം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എന്നെ അവിടുന്ന് സംരക്ഷിച്ചോണം. എൻ്റെ ഈ കേസെല്ലാം പിൻവലിച്ച് എനിക്കൊരു സമാധാനമായൊരു ജീവിതം തരണം. അത് മാത്രം. ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചതാണ്. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. എനിക്കൊരു വിദേശത്ത് പോകാൻ പറ്റുകയില്ല. ഒരു രീതിയിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ ആ ഇഷ്യൂ ഒന്ന് മാറ്റി തരണേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. മൂന്നാമത് ഞാനൊരു ഭവനത്തിനായിട്ട് ആവശ്യപ്പെട്ടു. എൻ്റെ അമ്മ, ഞാൻ വാടക വീട്ടിലാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് കഴിയുന്നത്, എനിക്ക് യാതൊരു മാർഗമില്ല. കാരണം അവിടെയൊക്കെ ജോലി ചെയ്താൽ വാടക കൊടുക്കാനേ ഉള്ളൂ, എനിക്കൊന്നുമില്ല. എൻ്റെ മോൻ അവിടെ പഠിപ്പിക്കണം, കേസിന് വക്കീലിന് കൊടുക്കണം, എനിക്കറിയില്ല.